ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിൻ്റെ കാര്യങ്ങൾ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും ഗീതുവിനെ ഉപേക്ഷിച്ച് തനിക്കൊരു ജീവിതമില്ലെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഈ സമയത്താണ് രാധികയുടെ മനസ്സ് ആകെ താളം തെറ്റുന്നത്. കാരണം ഗോവിന്ദൻ തൻ്റെ കൈവിട്ടു പോയോ, ഇനിയിപ്പോൾ സത്യങ്ങളെല്ലാം അവിടെ അറിഞ്ഞു കാണുമോ എന്നൊക്കെയുള്ള ഒരു പേടിയിലാണ് നമ്മുടെ രാധിക. എന്നിട്ട് അയ്യപ്പേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയ്യപ്പേട്ടനും കൃത്യമായിട്ടൊരു മറുപടിയോ കാര്യങ്ങളോ കൊടുത്തില്ല. അയ്യപ്പേട്ടനും കൃത്യമായിട്ടൊന്നും അറിയില്ല. ഗോവിന്ദൻ ഒരു കാര്യങ്ങളും കൃത്യമായി വിളിച്ചു പറയാറില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഇത് കേൾക്കും തോറും രാധികയുടെ ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഗോവിന്ദൻ തൻ്റെ കൈവിട്ട് പോയി എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ സമയത്ത് രാധിക ഇങ്ങനെ നടക്കുന്നത്. നമ്മുടെ അയ്യപ്പേട്ടനാണെങ്കിൽ രാധിക പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നറിയാൻ ഒന്നും അല്ലാത്തതുപോലെ ഗോവിന്ദൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ഗോവിന്ദനെ വിളിച്ചിട്ടാണെങ്കിലോ കിട്ടുന്നുമില്ല. അങ്ങനെ ഗോവിന്ദിൻ്റെ കാര്യങ്ങളും ആലോചിച്ച് അയ്യപ്പേട്ടനും ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്താണ് സത്യം അറിയാനായിട്ടൊരു മാർഗം, അദ്ദേഹം അങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ ഗീതുവായിട്ട് ഗോവിന്ദൻ സംസാരിക്കാനായിട്ട് പോയി. കാരണം ഗീതുവിനെ ട്രെയിൻ ഇടിക്കുന്ന സ്വപ്നമൊക്കെ കണ്ട് മൊത്തത്തിൽ തകർന്നിരിക്കുന്ന ഗോവിന്ദ് നേരെ ഗീതുവിൻ്റെ അരികിലേക്ക് പോയി. ഗീതുവിൻ്റെ അരികിൽ ചെന്ന് ഗീതുവായിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഗോവിന്ദനെ കണ്ടപ്പോഴേക്കും ഗീതുവിൻ്റെ മുഖം ഇങ്ങനെ ഒറ്റ കൊട്ടയായി. ഗോവിന്ദനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ തന്നെ ഗീതു ഇങ്ങനെ അവിടെ ഇരിക്കുക. ഗീതു അങ്ങനെ ഇരിക്കുമ്പോൾ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് ചെന്നു. ഗോവിന്ദൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. നീ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലെന്നും നിന്റെ തെറ്റിദ്ധാരണകൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ള കാര്യം, അത് രാധികയെക്കുറിച്ച് പറഞ്ഞതിനെപ്പറ്റി ഗോവിന്ദ് ഗീതുവിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും നുണ പറയാറില്ലെന്നും അതുപോലെ സത്യം സത്യമായി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ സത്യമായി പറഞ്ഞത്, അത് വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിച്ചാൽ മതി, ആരെയും ബോധ്യപ്പെടുത്തണമെന്ന് തനിക്കില്ലെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നീ എന്താ ഇങ്ങനെ പറയുന്നത്, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നേരം ഗീതുവിനോട് ചോദിച്ചപ്പോഴേക്കും ഈ ലോകത്തിൽ ഇനി ഒരിക്കലും ഒരു പുരുഷനെയും ഞാൻ വിശ്വസിക്കില്ലെന്നും അത് എത്ര വലിയ വേണ്ടപ്പെട്ടവരായാലും ആരെയും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരും നിൻ്റെ കൂടെ ഇല്ലാതെ ആരെയും വിശ്വാസം ഇല്ലാതെ ഈ നഗരത്തിൽ നീ എങ്ങനെ ജീവിക്കും എന്ന് ഗോവിന്ദൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഒരു പെണ്ണിന് ജീവിക്കാൻ ഒരാണിൻ്റെ തുണ അല്ലെങ്കിൽ ആണിൻ്റെ കരുതൽ വേണമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഏത് നാട്ടിലായാലും ഏത് ലോകത്തായാലും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ആ ഒരു പവർ, ആ ഒരു ധൈര്യം തനിക്കുണ്ടെന്ന് ഗീതു ഇങ്ങനെ പറയുക. അപ്പോൾ എന്തായാലും ഗീതു തൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഉണ്ടാകില്ല എന്നാണ് ഗോവിന്ദനോട് പറയാതെ ഗീതു പറയുന്നത്. അപ്പോൾ വിജയലക്ഷ്മി തൻ്റെ രക്ഷകയായി എത്തുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് ഡബിൾ സ്ട്രോങ് ശക്തി അല്ലെങ്കിൽ ഡബിൾ സ്ട്രോങ് ധൈര്യവും കാര്യങ്ങളും ഒക്കെ ആയി. ഇനിയിപ്പോൾ ആരെയും കൂഞ്ഞേണ്ട കാര്യമില്ല, ആരോടും സഹായം അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് നമ്മുടെ ഗീതു ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും ഗീതു ഗോവിന്ദനോട് പറഞ്ഞു ഇനി ഗോവിന്ദൻ്റെ ജീവിതത്തിൽ താൻ കൂടില്ല എന്നുള്ളൊരു രീതിയിൽ. ഇത് കേട്ട് മനസ്സ് തകർന്ന് നമ്മുടെ ഗോവിന്ദ് അങ്ങ് പോയിട്ട് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഹേഷ് വരുന്നത്. കാര്യം എന്താണെന്നും ചോദിച്ച്. അങ്ങനെ കാര്യം ചോദിച്ചു വന്നപ്പോഴേക്കും ഗീതുവായിട്ട് സംസാരിച്ച കാര്യങ്ങളെപ്പറ്റി ഗോവിന്ദ് പറയുവാണ്. അവൾ പറഞ്ഞത് ഇന്ന പോലെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഗീതു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താ തെറ്റ്? അവൾ ഈ ലോകത്തിൽ ഒരാണുങ്ങളെയും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് അവളുടെ അനുഭവങ്ങളിൽ നിന്നാണ്. അതെ, അവളുടെ അനുഭവങ്ങളിൽ നിന്നാണ്. അവൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച അവളുടെ കിഷോർ അവളെ ആ രീതിയിൽ ചതിച്ചു. അവളെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച് ഞാൻ അവളെ കാശ് കൊടുത്ത് വാങ്ങാൻ നോക്കി. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പെണ്ണായ അവൾ എങ്ങനെ ഒരു പുരുഷനെ അംഗീകരിക്കും അല്ലെങ്കിൽ പുരുഷനെ വിശ്വസിക്കും എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചേ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എങ്ങനെ ചിന്തിച്ചാലും നിനക്കെന്താ ഗോവിന്ദ്, നിന്റെ ജീവിതത്തിൽ അവളെ ഒരിക്കലും ഭാര്യയായി കാണാൻ കഴിയില്ലെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞ നീ പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനെ പറയുന്നേ? അവൾ ഏത് രീതിയിൽ നിന്നെ കണ്ടാലും അല്ലെങ്കിൽ ഏത് രീതിയിൽ അവൾ ചിന്തിച്ചാലും അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. പിന്നെ നീ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടതായ യാതൊരു കാര്യവും ഇല്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ മഹേഷ് ഇത് ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ആകെ അയ്യടാന്നായിപ്പോയി. ഇത് പറയുകയും ചെയ്തു, ഇനിയിപ്പോൾ അത് അങ്ങനെ മാറ്റി ചിന്തിക്കാം, ഇതൊന്നും നടപടിയുള്ള കാര്യങ്ങളല്ലല്ലോ. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചിന്തയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗീതുവിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം ഇതെല്ലാം എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്നും നീ വെറുതെ എൻ്റെ മുന്നിൽ അഭിനയിക്കേണ്ടെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറയുവാണപ്പോൾ മഹേഷ്. അങ്ങനെ ഗോവിന്ദന് മഹേഷിൻ്റെ മുന്നിൽ മറുപടികളില്ലാതെ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ.
അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നതോ രാധികയാണെങ്കിൽ ഇരുന്നിടത്തിരുന്ന് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക. എന്തായിരിക്കും, ഗോവിന്ദ് തന്നിൽ നിന്ന് അകന്നു പോയോ, ഒരു പക്ഷേ സത്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമോ എന്നൊക്കെയുള്ളൊരു പേടിയിലാണ് പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുന്നത്. തന്നെ വെറുത്ത് ഗോവിന്ദ് ഇനി വിജയലക്ഷ്മിക്ക് അരികിലേക്ക് പോയാൽ തൻ്റെ ജീവിതം, തൻ്റെ ഭാവി, തൻ്റെ മകൻ്റെ ഭാവി ഇതെല്ലാം അവസാനിച്ചു എന്നുള്ള പേടി, അങ്ങനെ സംഭവിക്കുമെന്നുള്ള പേടി, അതുമായിട്ട് ആശാത്തി ഇങ്ങനെ അവിടെ ഇരിക്കുക. എന്തായാലും തൻ്റെ ജീവിതത്തിലേക്ക് ഗീതുവിനെ ക്ഷണിക്കാൻ എന്നുള്ള രീതിയിൽ ചെന്നപ്പോൾ ഗോവിന്ദനോട് ഗീതു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നമ്മുടെ ഗോവിന്ദൻ ശരിക്കും ഞെട്ടിപ്പോയി. ഒരിക്കലും ഗീതുവിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മറുപടി അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മുടെ ഗോവിന്ദൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഈ സമയത്ത് നമ്മുടെ ഗീതുവിൻ്റെ ഉള്ളിൽ നിറച്ച് ഈ പറയുന്ന വിജയലക്ഷ്മിയെക്കുറിച്ചുള്ള ചിന്തകളാണ്. പുള്ളിക്കാരി എന്തായിരിക്കും തന്നോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ചിന്തയും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഗീതു അവിടെ കിടക്കുന്നത്. ഈ സമയത്ത് ഗീതുവിൻ്റെ ഡിസ്ചാർജും മറ്റു കാര്യങ്ങളും ഇതെല്ലാം ഓക്കെ ആയി. ഇതെല്ലാം ഡോക്ടർ വന്ന് ഗീതുവിനോട് സംസാരിച്ചു, അതുപോലെ തന്നെ ഗോവിന്ദനോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് ടെൻഷനായി. ഗീതു തൻ്റെ കൂടെ വരില്ല. പിന്നെ ഗീതു എങ്ങോട്ട് പോകും, ആരുടെ കൂടെ പോകും, ഗീതുവിന് സഹായമായി ആരുണ്ടാകും, ഇതൊക്കെയാണ് ഗോവിന്ദൻ്റെ ടെൻഷൻ. അങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ആകെ വ്യഗ്രതയോടുകൂടി ഇങ്ങനെ നടക്കുകയാണ്, എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഓർത്ത്. ഈ സമയത്താണ് നമ്മുടെ വിജയലക്ഷ്മിയുടെ കോള് വരുന്നത് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഗീതുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്, ആ സമയം ഗീതുവിൻ്റെ ഡിസ്ചാർജിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു ഇവിടെയുള്ളവർ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് തൽക്കാലം താമസിക്കാനൊരു ഷെൽട്ടർ അത് അവർ തന്നെ റെഡിയാക്കുന്ന ആ ഒരു ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നു. എന്തായാലും ഗീതുവും അതുപോലെ വിജയലക്ഷ്മിയും ഒന്നിച്ചാൽ ഈ പറയുന്ന രാധികയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും എന്നുള്ള ആ ഒരു ഇതും, അതുപോലെ തന്നെ ഗോവിന്ദ് വിജയലക്ഷ്മിയിലേക്ക് അടുത്താൽ തൻ്റെ ജീവിതം കട്ട പുകയാകുമെന്നുള്ളൊരിതും മൊത്തത്തിൽ ഇങ്ങനെ കല്ലുകടിയുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് രാധിക. ഇതേ സമയത്ത് ഈ വിജയലക്ഷ്മിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വരുണിനോട് രാധിക പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ആരാണെന്ന് അറിയാനായിട്ടുള്ളൊരു ആകാംക്ഷയാണ് ഇപ്പം വരുണിന്. അവരാരായിരിക്കും, എന്തായിരിക്കും അവരെക്കുറിച്ച് എന്നോടൊന്നും പറയാതിരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു രീതിയിൽ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ ഈ വിജയലക്ഷ്മി ആരാണെന്ന് കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണിൻ്റെ നിലനിൽപ്പ് തന്നെ അല്ലെങ്കിൽ ആപത്തിലാകുമെന്ന് വരുണിന് മനസ്സിലായി. ഈ പറയുന്ന അമ്മ പോലും പേടിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ എന്നുള്ളൊരിത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ വരുൺ തൻ്റേതായ രീതിയിൽ വിജയലക്ഷ്മി ആരാണെന്ന് കണ്ടെത്താനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഗോവിന്ദാണെങ്കിൽ ഗീതു പറഞ്ഞ വാക്കുകൾ കേട്ട് നടുങ്ങി വിറച്ചിങ്ങനെ നിൽക്കുന്നു. രാധികയാണെങ്കിൽ ഊണും ഉറക്കവും ത്യജിച്ച് ഇപ്പോൾ എന്തായി എന്നറിയാഞ്ഞിട്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ദിവസത്തെ കഥ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.